പാലക്കാട് കുഴിഞ്ഞാമ്പറയിൽ പുഴയിലിറങ്ങിയ രണ്ടാളുകൾ മരിച്ചു എന്ന വിവരം നേരത്തെ ഗൂഗിൾ പങ്കുവച്ചിരുന്നു. അതിൽ ആ മരണം അത് മന്ത്രവാദം മൂലമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് എന്നതാണ്. അതായത് മന്ത്രവാദ ശേഷം പുഴയിലിറങ്ങിയ എഹ്സാൻ മുഹമ്മദ്, യുവരാജ് എന്നിവരാണ് മുങ്ങി മരിച്ചത്. ഗൂഗിൾ VS വിവരങ്ങളുമായിട്ട്. ഗൂഗിൾ, എന്താണ് ഇതിൻ്റെ ഈ മന്ത്രവാദ കണക്ട് എങ്ങനെയാണ്? ആരാണ് എങ്ങനെയാണ് ഇയാൾ ഈ മന്ത്രവാദത്തിന് വേണ്ടി ഇവിടെ എത്തിയത്? കാലങ്ങളായിട്ട് ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്ന ആളാണോ? പരാതികളുള്ള ആളാണോ? എന്താണ് സംഭവം? ഈ കൊഴിഞ്ഞാമ്പാറ പള്ളിത്തെരുവിലെ ഹസൻ മുഹമ്മദിന്റെ വീട്ടിൽ മന്ത്രവാദ ക്രിയയ്ക്കായിട്ടാണ് ഈ കുടുംബം എത്തിയത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഏറ്റവും പുതിയതായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ക്രിയകൾ നടത്തിയതിനു ശേഷം പുഴയിലേക്ക് മന്ത്രവാദിയായ ഹസൻ മുഹമ്മദും പരിഹാര ക്രിയയ്ക്കായി എത്തിയ ഈ 18-കാരൻ യുവരാജും ചേർന്ന് അവിടേക്ക് പുഴയിലേക്ക് ഇറങ്ങി. അതിനുശേഷം ആ ക്രിയകൾ നടക്കുന്നതിനിടെയാണ് ഇവർ അബദ്ധത്തിൽ ഈ പുഴയിലേക്ക് വീഴുകയും അതിനുശേഷം ഒഴുക്കിൽപ്പെട്ട് മരണം സംഭവിക്കുകയും ചെയ്തെന്നാണ് പ്രാഥമികമായി മനസ്സിലാകുന്നത്. പക്ഷേ ഈ മരണം എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് കൃത്യമായി അറിയാൻ കഴിയുകയുള്ളൂ. ഏതായാലും മകന് ജോലിയൊന്നും ശരിയാകുന്നില്ലെന്ന് പറഞ്ഞാണ് കഴിഞ്ഞ ശനിയാഴ്ച ഹസൻ മുഹമ്മദിന്റെ അടുത്തേക്ക് ഈ കുടുംബം എത്തുന്നതും. അപ്പോൾ എത്തിയപ്പോൾ അടുത്ത ആഴ്ച, ഒരാഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അങ്ങനെയാണ് ഇന്ന് രാവിലെ ഈ കുടുംബം എത്തുകയും 10:30 വീട്ടിൽ വെച്ച് ആദ്യം ചില മന്ത്രവാദ ക്രിയകൾ ചെയ്തു. അതിനുശേഷം പിന്നീട് പുഴക്കരയിലെത്തി അവിടേക്ക് എത്തിയപ്പോഴാണ് ഈ അപകടം സംഭവിക്കുന്നതും ഇരുവരും മരിക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഇതിന്റെ പേരിലാണ്, ഇത്തരത്തിലൊരു മന്ത്രവാദത്തിന്റെ പേരിലാണ് 2 ജീവൻ നഷ്ടമായത് എന്നുള്ളൊരു വളരെ ദുഃഖകരമായ വാർത്ത കൂടിയാണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങളായി പുറത്തു വരുന്നത്.